ഈയിടയ്ക്ക് പഴയ ഗുളിയൊക്കെ എടുത്ത് വന്ന് തീർക്കുന്നു എനിക്ക്. അതെന്തൊരു അസുഖത്തിന് തന്നത്? അല്ല അത് വേറെ നോർമൽ. അയ്യോ എടാ ഒരു സ്വന്തം പോകണത്തെ അടി എടുത്ത് വെച്ച് അടിക്കുന്ന ഇടാത്ത ഇനി ഈ സൈഡാണല്ലേ? ഇതെന്ത് മാവാ? ഇനി അടിക്കണം പോരാ. നനകുത്തി ഒട്ടുന്നില്ല. എന്റെ ഡ്രസ് എല്ലാം ഇല്ലാതായി. ചുണ്ടിലൊക്കെ ഇട്, ചുണ്ടിലൊക്കെ ഇട്. വായടാത്തൊന്നും പോവല്ലേ, മെഴുകുവേ നീ. ഈസക്കുട്ടിന്റെ പൗഡർ നാളെ രാവിലെ മോളെടുത്തിട്ട് ഇടിക്കും, അതും വാങ്ങിക്കണം ഞാൻ. എന്തൊക്കെ ഒരു ചലഞ്ച് വല്ല കാര്യം ഉണ്ടായിരുന്നു അക്കി ബ്രോ. 13 സെക്കൻഡ് പറഞ്ഞ മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടിട്ട്. ഞാൻ ആദ്യമേ വരുമ്പോഴേ രക്ഷപ്പെടുമല്ലോ. പെട്ടുപോയി. ഞാൻ ചലഞ്ച് എടുക്കുന്നതിന് മുമ്പേ പറഞ്ഞു എനിക്ക് പറ്റാത്ത കാറ്റഗറിയിലുള്ള പ്രശ്നങ്ങൾ. സുന്ദരനാണേ, ഞാൻ സുന്ദരനാണേ. ഇവിടെ കഴിഞ്ഞായിരുന്നോ ചലഞ്ച്? ഇനി കഴിയോട്ടെ. ഇതേപോലെ വെള്ളയാണ് ജംഗ്ഷനിൽ ചെന്നെന്ന് പറയാമോ? അല്ലെ നമ്മുടെ തമ്പാനൂർ എന്ന് പറഞ്ഞാലും മതി. ഓ തമ്പാനൂർ അച്ഛനുണ്ടോ? നിന്റെ അച്ഛനുണ്ടേ, പുള്ളിയോട് പറഞ്ഞേക്കാം. എടാ തമ്പാനൂർ പോകുമ്പോ മുണ്ട് കൊടുത്ത് ഇങ്ങനെ തറയെ തൊട്ടിരിക്കുന്നില്ലേ, ആ പുള്ളിയോട് പറഞ്ഞാൽ മാറ്റണം കേട്ടോ. സാരി എടുത്താൽ മതി. ഓ നീ സ്ഥിരം എടുക്കുന്നതാ. എടാ ഡിജിറ്റൽ തെണ്ടി കഴിഞ്ഞിട്ട് മറ്റേ പാലത്തിനടി പോയി തെണ്ടുന്ന നാറി നീ പറയില്ല എന്റെ അടുത്ത് കേട്ടാ. നമ്മളടിച്ച കൊണ്ടാണ് എത്ര 5 ടൈംസോ? ഇപ്പൊ 2 വട്ടം പറഞ്ഞേ ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരൻ തന്നെയാണേ. കഴിഞ്ഞേ ഞാൻ മാത്രം ഇന്ന് മാമന്മാരുടെ എന്നൊക്കെ പൊട്ടും. ഇന്ന് മാമന്മാരുടെ എല്ലാവരും കൂട്ടത്തിൽ നിന്റെ അച്ഛന്റെ പൊട്ടുവാ. എന്നൊക്കെ പൊട്ടും കേട്ടാ. അത് പക്ഷെ കണ്ണാപ്പി നീ പേടിക്കണം, നീ സേഫാ. നട്ട്സ് ഉള്ളവന്മാരല്ലേ പൊട്ടോളൂ. കണ്ണാപ്പി നിന്റെ സേഫാ, ഇവന്റെ സേഫാണ്. ഇവനില്ലല്ലോ, ഇവൻ നട്ടില്ലല്ലോ. ഇല്ലല്ലോ ഇവന് നട്ടില്ലെന്നുള്ള കാര്യം ഇവന് അത് പറഞ്ഞത് ഇവന് വിഷമാവും. ഇവന്റെ 2-3 പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാക്കണം. ഇവന് നട്ടിന്റെ കുറവുണ്ട് ഒരെണ്ണത്തിന്റെ. അയ്യോ നീ ആ ഗ്യാപ്പിൽ നീ എന്നെ വരാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ നീ പോകുമ്പോഴത്തേക്കും പറയരുത്. ആണുങ്ങളെ പോലെ മുഖത്തോട് ജംഗ്ഷനിലോട്ട് കുറച്ച് പൗഡർ ഇട്ടിറങ്ങിയത് നല്ല കളക്ഷൻ കിട്ടും. ഇപ്പോൾ ഉള്ളവരെ കണ്ട് സത്യം അതിലും പറ്റിയില്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് സർക്കണ. അതൊക്കെ പോടണ. വേറെ ആര് പറഞ്ഞാലും കേട്ടാ ഓൺലൈൻ ഡിജിറ്റൽ തെണ്ടിയൊക്കെ പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ട കാര്യം ഉണ്ടാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ ബെഗിങ് ഒരുത്തും പറയണ ഞാൻ കേൾക്കേണ്ട എന്തെങ്കിലും ആവശ്യം ഉണ്ടാണ്. ഫൗണ്ടർ ഓഫ് ഡിജിറ്റൽ ബെഗിങ്. ഓ ഫീൽ ആവണം. ഒരു കണ്ണാപ്പി വായിട്ട് ജീവിക്കുന്നതാണ് അണ്ണാ. ഇതിന്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ട് അണ്ണാ. എറണാകുളത്ത് എയ്ഡ്സിന്റെ മറ്റേ കൗണ്ട് കൂടിയത് ഇവ ഈ 2 ആഴ്ച അവിടെ പോയത് ശേഷം അണ്ണാ. സത്യം കുറിച്ച് പറയല്ലേ. നിനക്ക് ആളില്ലാത്തപ്പോ മറ്റേ ആളില്ലാത്തപ്പോ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ആളിരിക്കുമ്പോ നീ മുഞ്ചു. അതായത് ആളില്ലാത്തപ്പോ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നല്ലേ. അടിച്ച് ലൈവ് ബാക്ക് അടിച്ചോക്കെ. എനിക്ക് വയ്യ കേശവന്റെ അവരാധം കേൾക്കാൻ വേണ്ടിട്ട്. നിങ്ങൾക്ക് ഏത് സ്ഥലത്തൊക്കെ പോയി കളക്ഷൻ കിട്ടുമെന്ന് കറക്റ്റ് കണ്ണാപ്പിക്ക് അറിയാം. കണ്ണാപ്പി പറഞ്ഞുതരും അവൻ. കണ്ണാപ്പി അച്ഛന്റെ കൂടെ തൊട്ട് പോയി അതെ ഇവൻ വരാറുണ്ടാണ്. ഇവന്റെ ബന്ധുക്കളുണ്ടല്ലോ, ഇവന്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ടാണ്. അതുകൊണ്ട് ഇവിടെ ആർക്കും ഡിമാൻഡ് കിട്ടൂല. കായംകുളത്ത് പോപ്പുലേഷൻ കുറവായിട്ട് നേരെ പോയി. ഇവര് മറ്റേ ഒരേ സമയത്ത് 2 പേരെയൊക്കെ പിടിക്കണം. ടാർഗറ്റിംഗ് ഒന്നുമല്ല. ഓ നിനക്കും നിന്റെ കുടുംബക്കാർക്കും മറ്റേ തമ്പാനൂരും അവിടെ എവിടെയും ടാർഗറ്റ് ചെയ്ത് കച്ചവടം ചെയ്യാം. നിനക്ക് ഏരിയ ടാർഗറ്റ് ചെയ്ത് കച്ചവടം ചെയ്യാം. നമ്മള് നിന്നെ ടാർഗറ്റ് ചെയ്താണ് പ്രശ്നം. ആ കള്ള കാപറക്കി. ലൈവ് ബാക്ക് അടിച്ചോക്കെ. ഞാൻ കൊന്നാലും നോക്കത്തില്ല. ഇവൻ പറഞ്ഞ അവരാതല്ലേ. ഞാൻ ഇവ ഇല്ലാത്തപ്പോ പറഞ്ഞോടാ. ഇല്ല ഞാൻ പറഞ്ഞ കാര്യം കൊഞ്ഞനം കുത്തിയിട്ട് വേണം ഞാൻ സുന്ദരനാണെന്ന് പറയാൻ. അക്കി ബ്രോ നിങ്ങളിത് വിട്ടില്ലേ? അക്കി ബ്രോ സത്യം പറഞ്ഞാൽ നിന്റെ ഇപ്പൊ കിട്ടിയതിൽ ചെയ്യോന്ന് എനിക്ക് തോന്നുന്നു ബാബു. അക്കി ബ്രോ എനിക്ക് സംശയമുണ്ട്. അക്കി ബ്രോ ഞാൻ സുന്ദരനാണ്, ഞാൻ സുന്ദരനാണ്, കണ്ണൻ പറയുന്ന കേട്ടാത്തൊന്നും കുറെ എക്സ്പീരിയൻസ് ഉണ്ട്.
ഇവൻ 50 വട്ടം ഇട്ടോ ഹായ്. കണ്ണാപ്പി നിന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഇറക്കാൻ നിക്കല്ലേ കണ്ണാപ്പി കേട്ടാ. സ്വന്തം ഗ്യാങ്ങിന് 15 ദിവസം മറ്റേ ബാനും മറ്റേ ഇത് വാങ്ങിച്ചു കൊടുത്ത ഒരു അപരാധിയാണ് നീ പറഞ്ഞ ഞാൻ കേക്കത്തില്ല. പറയുന്നത് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ണാപ്പിന് ഒരാൾ സാരി കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കൺഫേം തന്നെയാണ് മനസ്സിലായത്. മിസ്റ്റർ യൂണിക് അവൻ പറഞ്ഞതിനോട് ഇപ്പൊ എന്ത് പ്രൂഫ് ഉണ്ട് ഇതല്ലെന്ന്. പ്രൂഫ് എന്തിനാണ് ഈ കണ്ണാപ്പി എന്ന് പറഞ്ഞപ്പോ തന്നെ വിശ്വാസമായി. പൗഡർ കുഴപ്പം ഫേസിന് കുഴപ്പമെന്ന് ഇല്ല ബേബി പൗഡർ ഉണ്ട് കുഴപ്പമില്ല. എന്തായാലും എന്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിർത്തി നോക്കി എന്റെ സ്ക്രീൻ ഷെയർ വിഷയമാണ്. ബ്യൂട്ടി റിപ്ലൈ ചെയ്തോ ചാറ്റ് റിപ്ലൈ ചെയ്തോ. ബ്ലാക്ക് സ്ക്രീനാ എന്റെ സ്റ്റാറ്റിക്സ് കൊണ്ടുപോയി. ട്രിക്കി കോഡ് PC ഒന്ന് പഠിച്ചതാണ്. സ്റ്റാറ്റിക്സ് കൊണ്ട് വീഡിയോ കാണാനില്ല. ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് സോൺ ഇപ്പൊ പറഞ്ഞിരിക്കുക. 5 സെക്കൻഡ് ചടിച്ചു വിടുന്നേട്ടാ. അണപ്പ എന്തോ കളിക്കാം. എന്തിനു നോക്കാം നിന്റെ ലൈവാ നോക്കട്ടെ. ചെസ്റ്റ് നമ്പർ 2 ആണേ. ഇല്ല അതെങ്ങനെ ശരിയാവാനാ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ ഈ പോലാടിക്കൊക്കെ എന്തിന് വേറെ പാടിയില്ലേ? എടാ ഇതിന് നല്ലത് ഇത്തിരി നേരത്തെ പറഞ്ഞ ജംഗ്ഷനിൽ പോയി ബില്ല് പോയി. ഇല്ല നീ പറയ അതല്ല ഞാൻ ഇത് ബാബുചേട്ടായ ഇതൊക്കെ എന്തൊക്കെ തരം പറകള് കാണണം. ഒരു ദിവസം കടന്നു തുടങ്ങി ഇന്ന് ഞാൻ വന്നോണ്ടാ മനഃപൂർവ്വം കഴിവേറി. ജോക്കർ ബ്രോ താങ്ക് യു സോ മച്ച് 4000 rupees സൂപ്പർ ചാറ്റ്. ജോക്കർ ബ്രോ ജോക്കർ ബ്രോ അത്രേ ഉള്ളു. അണ്ണ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റം ആണ്. ഞാൻ അണ്ണന്റെ DC ട്രോൾസ് ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഡെലിവറി പുള്ളി അയച്ചെന്താ എനിക്കിട്ടുള്ള പണിയല്ലേ ഞാൻ നോക്കൂല. മനോബ്രോ താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട് മനോബ്രോ. പിന്നെ അണ്ണാ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തൊരു സാധനം കാണിച്ചാണ്. ഇത് നോക്കിയാ കണ്ണാപ്പി എടാ ഇതൊക്കെ എടാ ഞാൻ പറഞ്ഞല്ലേടാ എടാ കണ്ണാപ്പി ഞാൻ പറഞ്ഞല്ലേ ഇവന്റെ ഈ സാധനം കാണാൻ പോകല്ലേ. ഇവൻ പല കോപ്രായം കാണിക്കും മനസ്സിലായില്ലേ? കോമാളത്തരങ്ങള് കോപ്രായങ്ങള്. അണ്ണ വേൾഡ് എൻഡ് ആയാൽ ബാബു / കണ്ണാപ്പി ആരുടെ കൂടെ ജീവിക്കും? നിങ്ങൾ 3 പേരെ ഉള്ളൂ എങ്കിൽ ഞാൻ ബാബുവിന്റെ കൂടെ പോകും. അല്ലെങ്കിൽ ബാബുവിന്റെ കൂടെ ഞാൻ പോകുന്നു. ഈ കൊലയാടിയുടെ ആരെങ്കിലും പോയി പേര് പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവനെ കൺസിഡർ പോലും ചെയ്യുന്നില്ലല്ലോ അവിടെ. ഇല്ല എന്റെ മുമ്പിൽ പിന്നെ ഒരാളെ കാണത്തുള്ളൂ മനസ്സിലായി. ഈ കുണ്ണാണെങ്കിൽ പറ്റില്ല. രണ്ടാമത് ആരാണെങ്കിൽ അവരോടെ പോകുള്ളൂ മനസ്സിലായി. വഴിയ പിച്ചക്കാരാണെങ്കിൽ അങ്ങേർന്ന് ഞാൻ പോവുള്ളൂ. അതാണ് അതിനായിരിക്കും എനിക്ക് കൂടുതൽ താല്പര്യം. അങ്ങനെ കണ്ട കൊലയാടികളോടെ ഒന്നും എനിക്ക് പോകാൻ പറ്റൂല. ഇനി പറ ഞാനൊരു സാധനം കാണിച്ചാലേ സ്ക്രീൻ ഷെയർ നോക്കല്ലേ ഇപ്പൊ ഞാൻ എടുത്തോക്കെ കണ്ണടച്ച് നീ എടുത്തോ. പാർട്ടി അനിമൽസ് പാർട്ടി അനിമൽസ് ഓക്കെ ആണോ നിങ്ങൾക്ക്? പാർട്ടി അനിമൽസ് ഓക്കെ ആണോ? പാർട്ടി അനിമൽസ് മതിയോ? പാർട്ടി നോക്കട്ടെ. കാണിച്ചേ കണ്ണാപ്പി ഇത് ഇപ്പഴല്ല. കണ്ണാപ്പി ഇതൊരു 30 വർഷം 20 വർഷം 25 വർഷം കഴിയുമ്പോ കണ്ണാപ്പിനെ കായംകുളത്തിലും ഇതുപോലെ കാണാം. ഇത് കായംകുളം കണ്ണാപ്പി ഇവ അന്ന് തെണ്ടി തുടങ്ങിയപ്പോ എനിക്ക് കിട്ടിയ ഞാൻ വെറുതെ ജെമിനിയുടെ അടുത്ത് പറഞ്ഞ് ക്യാൻ യു മേക്ക് ഹിം എ ബെഗർ എന്ന് സ്പോട്ടിലുണ്ടാക്കി. ഓൾറെഡി ഓൺലി സ്മാൾ മോഡിഫിക്കേഷൻ. ഏജ് മാത്രമേ മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. കറക്റ്റ് ചേച്ചി താങ്ക് യു സോ മച്ച് ഫോർ 1000 rupees സൂപ്പർ ചാറ്റ്. ലവ് ഫ്രം റിബൽ ഫാം താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു സോ മച്ച്. അത്രയുള്ള എന്റെ
എന്റെ ലൈവിലുള്ളവരൊക്കെ എന്ന് വെച്ചാൽ സ്നേഹം ഉണ്ടാ മനസ്സ് തുറന്നുള്ള സ്നേഹമുള്ളവരാ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ സ്നേഹം ഇല്ലാത്തവരെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ എടുക്കരുത് മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നവരാ എന്റെ ലൈവിലുള്ളവര് അല്ലേ അല്ലേ നിങ്ങൾ പറഞ്ഞു അല്ലേ അതെ അതെ കണ്ണാപ്പി മ്യൂട്ട് അടിച്ചു കേട്ടോ ലൈവ് നിർത്താൻ പോയെന്ന് തോന്നുന്നു രക്ഷപ്പെട്ടോ ഏത് ഗെയിമാണ് കളിക്കുന്നേ ഏത് അണ്ണാ ട്രോൾസ് നോക്കണ്ണ അണ്ണനുള്ള പണിയല്ല അണ്ണനല്ല എനിക്കുള്ള പണിയല്ലേ എന്നാ പിന്നെ ഒന്ന് നോക്കട്ടെ വെയിറ്റ് എടാ ഒന്ന് സ്ക്രീൻ ഷെയർ ഇതുകൂടി വേറെ എന്ത് കളിക്കാം ഗൈസ് വേറെ എന്ത് കളിക്കാം പറഞ്ഞ നിങ്ങൾ പറയാം ചില്ലായിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം സജസ്റ്റ് ചെയ്യുക ഗൈസ് സ്റ്റംബിൾ ഗൈസ് എടാ പാർട്ടി ആനിമൽസ് ആണോ പാർട്ടി ആനിമൽസ് പാർട്ടി അനിമൽസ് വേണമെങ്കിൽ കളിക്കണം പക്ഷെ അതും ആള് വേണോ രണ്ട് സൈഡിലും അത്യാവശ്യം എന്താണ് സ്ക്രീൻ എനിക്കിട്ടാണെന്ന് തോന്നുന്നു അതാ ഇത് ഉറപ്പായിട്ടും നേരിട്ടെടുത്ത ഫോട്ടോ കൈയൊക്കെ നോക്കണ അവ കൈ നോക്കണ ഇത് എവിടെ പോയപ്പോഴാണ് കണ്ടാവി ഇത് നോട്ട് പേപ്പർ ആണോ അല്ല വേറെ ആരും ചെയ്യത്തില്ലെന്നറിയ ഇത്രയും പെട്ടെന്ന് അവക്കൊന്നും കുഴപ്പമില്ല ഇതിപ്പോ 2 ഫോട്ടോ എനിക്കാലോടാ റബി ആദ്യത്തെ ഫോട്ടോ കാണിച്ചു ഒരിക്കലും പ്രതീക്ഷിച്ചു ഒരു ദിവസം വാസി എന്തൊക്കെ കാണണമല്ലേടാ ഒരു ദിവസം കടന്നു കിട്ടായി പക്ക ഒറിജിനൽ അല്ല അത് ഒറിജിനൽ നൈറ്റ് ജോബ് അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡീറ്റെയിൽസ് അടി കൊടുത്തേക്കാത് ഇതിനു മുന്നേ 1000-2000 സൂപ്പർ ചാറ്റ് ചെയ്തവർക്ക് മുന്നേ ശനി ഞായർ ദിവസങ്ങളിൽ അവൈലബിൾ ആയിരിക്കില്ല ബാക്കി ദിവസങ്ങളിലേ ഉള്ളൂ മാസത്തില് മറ്റേ ഇത് ചാർട്ട് ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് വരും എങ്ങനെയാണ് ഓൺലൈൻ സർവീസ് ആണോ ഓഫ്ലൈൻ സർവീസ് ആണോ രണ്ടും ഉണ്ട് കണ്ണാപ്പി എന്താണ് അത് വിടാത്തത് ഇതിന് പുറമെ കണ്ണാപ്പിയിലെ മെട്രോ സർവീസ് ഉണ്ട് നിങ്ങളെ തൊട്ടടുത്ത് സീറ്റ് എടുക്കാൻ നിങ്ങൾ പ്രത്യേക സർവീസ് ആണ് നിങ്ങൾ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക നിങ്ങൾ അടുത്തൊരു സീറ്റ് നമ്പർ കൊടുക്കുക അത് ബുക്ക് ചെയ്യണം അത് കണ്ണാപ്പി ബുക്ക് ചെയ്യട്ടെ മെട്രോ ഒന്ന് കളിക്കും കുറെ നേരം നമ്മള് വെയിറ്റ് ചെയ്ത് ബാൻ വാങ്ങുന്നത് തന്നെ ഈ ജോബ് ചെയ്യാനാണ് ഇവൻ ബാൻ വാങ്ങുന്നത് തന്നെ ഈ ജോബ് ചെയ്യാനാണ് അക്കീപ്രോ ഈ സെന്റിമെന്റ്സിന് വല്ല ഒരു 1000 സൂപ്പർ ചാറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അടവാണ് ഇല്ല അപ്പൊ അടുത്തെന്താണ് അടുത്തത്